അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാമേൻ്റെ വീട്ടിൽ കുറച്ച് പെയിൻ്റ് അടിക്കാനുള്ളുണ്ട്. മാമ കുറച്ച് ദിവസമായി പറഞ്ഞിട്ട് ഒരാഴ്ചയോളമായി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നാളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടെന്ന് ഇന്ന് കുറച്ചൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാനുണ്ട്. അതാണ് ഇന്നത്തെ പരിപാടി. നോക്കാം, മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അസ്ലി വരുവാ, നോക്കാവാ. അസ്ലി കൊടുത്തു നല്ല തന്നെ ഉണ്ടാ. എന്നാ പിടി ജേസി പിടി, ജേസി പിടി. എന്നാ കളി എന്നാ ഇല്ലല്ല കളിയല്ല. എന്നാ ഇതിലൊന്നും പിടി, ഏതെങ്കിലും ഇഷ്ടമുള്ള എനിക്ക് എടുക്കാം. എന്നാ പിടി. ഏതാ ഇതാവേണ്ട വലുത്? വാ, മാമൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിയുണ്ട്. വാ വാ, അതല്ലേ പെയിൻ്റ് അടി. ഞാൻ പഠിപ്പിച്ചു തരൂ. 11 മണി. അത് കുഴപ്പമില്ല, നമുക്ക് സ്പെഷ്യൽ ഫുഡ് ഇന്ന് വാങ്ങിക്കാം. വാ, സ്പെഷ്യൽ മന്തി. എന്ത് പഠിക്കും വാങ്ങിക്കാം. നീ പെയിൻ്റ് അടിക്കാം. വാ, പെയിൻ്റ് അടിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെയല്ലേ പഠിക്കലേ, ഞാൻ അറിഞ്ഞുകൊണ്ട് അടിച്ചിന്. വാ, കമാൺ. ഈ പെയിന്റ് 3-4 വർഷമായി ഞാൻ ഇവിടെ വെച്ചിട്ട് എടുത്തടിച്ചെടുക്കാം. കട്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ. ഇത്ര വർഷമായിട്ട് ഞാൻ കട്ട് കെട്ടൂല, ഒന്നും ആയിട്ടില്ല. പൊത്തി വെച്ചോണ്ടിരിക്കും. സ്മെല്ലും നല്ലുണ്ട്. ഇത് കച്ചറയിൽ കിട്ടിയ പെയിന്റാണ്. നല്ലുണ്ട്, ഇതടിച്ചെടുക്കാം. ഇത് മതി. പിന്നെ ബ്ലാക്ക് വരുന്ന കിട്ടീനെ. ബ്ലാക്കും അതന്നെ, കച്ചറ തന്നെ. അല്ല, ബ്ലാക്ക് വരാൻ ബ്ലാക്ക് ആവശ്യമില്ല. ബ്ലാക്ക് ഈ ഇതിനെല്ലാം അടിക്കുന്നതായിരിക്കും. നമുക്ക് അടിച്ചാലോ? നമുക്ക് ബ്ലാക്ക് ഇഷ്ടമാണ് കളർ. ബ്ലാക്ക് അടിച്ചാൽ കൈ ലൈറ്റ് കിട്ടൂല, ലൈറ്റ് പിടിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഈ ബക്കറ്റിലേക്ക് മാറ്റാം കുറച്ച് പെയിന്റ്. ഇതെല്ലാം നീ എടുക്കുന്ന പണിയാണ്. എന്ത്? എനക്ക് അതിന് ABCD അറിയില്ല, എന്നിട്ടാണ് ഞാൻ ABCD അറിയാണ്ടല്ലേ പഠിച്ചനെ. കുറച്ച് പെയിന്റും പിന്നെ വെള്ളം ഒഴിക്കല. വെള്ളം മതി. ക്ലോസ്ഡ്. അപ്പുറം പോയി തുറത്തിട്ട് വരട്ടെ. ആ മുതലാളി, ഇതാ 2 ലക്ഷത്തിന് എടുത്തോ. അയ്യോ, അങ്ങനെ നമ്മൾ അറബി വീട്ടിൽ പെയിന്റ് അടിക്കാൻ പിടിച്ചാലൊക്കെ അവരെടുക്കാൻ പേടിയാന്ന്. മാമ ഡോറൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. അവരോട് ഡോർ ക്ലോസ് ആക്കാൻ പറ. ഡോർ ക്ലോസ് ആക്കി പിടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് പിരിക്കാൻ. അത് ഫുൾ അങ്ങനെ കളയണം. എന്നെ കൊണ്ട് എടുപ്പിക്കാൻ വിചാരിച്ചത്. മാമിയിലോണ്ട് രക്ഷപ്പെട്ട ഞാന്. എല്ലാ വർഷമൊക്കെ ഇതിപ്പോ ഒരിക്കൽ അടിക്കണ്ടോ? മറ്റേ പെയിന്റ് ബക്കറ്റ് വിചാരിച്ചത്. ഒരിക്കൽ അടിക്കണ്ടോ? മറ്റേ വാഷിംഗ് മെഷീനല്ലേ, പിടിച്ചാൽ മതി. ഇത് ഫുള്ളായിന് ഇപ്പൊ അല്ലേ? നല്ലോണം ഇതായിന്. അത് നല്ലോണം പോയിന് ഇതായിന്. അതിനടിച്ചാലും അങ്ങനെ തന്നെ കാണിക്കൂലേ? ഇപ്പൊ 2-3 പ്രാവശ്യം അടിക്കണ്ടേ ഇവിടെ മാത്രം? നല്ല കവറാവൂലോ. അങ്ങനെ മാമ ഉള്ളിൽ പോയിട്ടുണ്ട്. ഇത്രയും സമയം മാമ ഉണ്ടായിനിട. ഞാൻ രക്ഷപ്പെട്ട്. പക്ഷെ എങ്കിൽ അണക്കാടിയത്.
പക്ഷെ എനിക്കിത് കണ്ടിട്ടില്ല റഷീദ്. ഇത് കണ്ടിട്ട് എനക്കൊന്ന് അടിക്കണം തോന്നുന്നു. പെയിന്റ് പരങ്ങാൻ ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് ഇതാക്കണേനു. ഇറ്റിക്കല്ല ആടി ഞാൻ എന്നെ തുടക്കേണ്ടി വരും പിന്നെ. ഇതാണ് ഡബിൾ പണിയാവും. കാരണം ഇവിടെ മാമകളുള്ള എല്ലാം സെറ്റപ്പാക്കി വെച്ചിനടിയിൽ ഇവിടെ ഇറ്റിക്കഴിഞ്ഞാലില്ല. തസ്ലീം അടിച്ചു കഴിഞ്ഞാൽ പകുതിയും ഇറ്റ് കിട്ടാതെ. ക്യാമറ കേട്ടെ. ഇതാണ് മാമാൻ്റെ ഇരിക്കുന്ന സെറ്റപ്പ്. ഇവിടെ ഇവർ നൈറ്റ് ഇവിടെയാണ് ഇവർ സ്പെൻഡ് ചെയ്യൽ കൂടുതലും. ഞാനും വരുത്തുന്നുണ്ട്. നൈറ്റിൽ രസം ലൈറ്റെല്ലാം ആയി. പിന്നെ ഇവിടെ മറ്റേത് ആ കാർപ്പറ്റെല്ലാം വിരിച്ചിട്ട് ഫുഡെല്ലാം കൊണ്ടുവച്ച് പിന്നെ മറ്റേ തീയിലിട്ടിട്ട് ഇങ്ങനെ നല്ല വൈബാ. ഏതേ ആ സ്റ്റിക്ക് ഉണ്ടായിനോ? നബിസ്റ്റ് എന്തോ സാധനം കൊണ്ട് വരുന്നുണ്ടേ. ഓ നഖം മുറിച്ചത് കോഴിച്ചിടാൻ പോന്നിയാ? ഏത് ബിരിയാണി ഉണ്ടാക്കുന്നു. 10-13 ആളുണ്ടല്ലോ. അടിപൊളി ബിരിയാണി. നമുക്ക് ബീഫ് ബിരിയാണി കിട്ടിയിട്ടുണ്ടാവുന്ന ഒരു ദിവസം പോയിട്ടില്ലേ ബിസ്താനെ കൊണ്ട് നമുക്ക് നല്ല ഫുഡ് ആയിപ്പിക്കാം റഷീദ് അല്ലേ? രാത്രിയാ? പകല് രസം ഉണ്ടാവില്ല. ഫുഡെല്ലാം ആക്കിയിട്ട് അല്ലേ പോന്നല്ലേ? ശരി. ആ അങ്ങനെ എൻഡിലെത്തി. വേണ്ട ഇപ്പം പിന്നെ ഉപ്മാവ് കഴിച്ച പാടാം. കഴിച്ചിന് ഇപ്പൊ ഉപ്മാവ്. ഫാരിസ് താൽ ഫാരിസിന് പേടി. മാമാന്റെ മോനത്. നമുക്ക് ആപ്പിളെല്ലാം കൊണ്ടു തന്നിട്ടുണ്ട്. എനർജി പക്ഷെ നോക്കി എന്റെ കാലില് പെയിന്റ് ആയിട്ടുണ്ട്. കാലില് പെയിന്റ് അടിക്കാത്ത ഞാനാ പെയിന്റ്. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് ഞാൻ ഹംസക്കയും കൂടിയിട്ട് നമ്മളെ ടാങ്ക് ഫുള്ള് ലീക്ക് ഉണ്ട്. ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം ടാങ്ക് ഇത് ലീക്ക് അടച്ചതാണ്. ഇപ്പം അതിലും കൂടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ കീറി വന്നിട്ട് ടാങ്ക് നല്ല ലീക്ക് വരുന്നുണ്ട്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടാങ്ക് പൊട്ടിയിട്ട് എൻ്റെ റൂം തൊട്ടിപ്പറ റൂം പോലും പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ മോട്ടർ അയച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആ ടാങ്കിലേക്ക് ഇറങ്ങിയിട്ട് ഒരിക്കലും കൂടി നമ്മൾ ലീക്ക് അടക്കേണ്ട പരിപാടിയാണ്. ഇത് മൊത്തം ഊരിയിട്ട് ഒന്നും കൂടി മഞ്ചായിട്ട് അടക്കേണ്ട പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലീക്ക് അടക്കുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തത്. ഇതിനെ കൊണ്ട് അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഹംസക്കയും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലേ ഇങ്ങനത്തെ ഒരു സാധനം? ആദ്യമായിട്ടാണ്. അന്നേരം നമ്മൾ
ഇത് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ പിന്നെ ഒട്ടിക്കാൻ പഠിച്ച ആ സാധനം കണ്ടിട്ട് അതാണ് കണ്ടില്ല. അതായത് ഈ ടാങ്കിൽ ഞാൻ ഇറങ്ങണം. അന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട് ഈ ടാങ്ക്. ഈ കൊള്ളി വെച്ചിട്ട് ഞാൻ ഇറങ്ങല് സാധാരണ. ഹംസൊക്കെ പുറത്ത് നിൽക്കും. ഹംസൊക്കെ ഇവിടെ പരിപാടിയുണ്ട്. ഞാൻ ഉള്ളിൽ പോവും. എന്നിട്ട് രണ്ടാളും കൂടി ഇതൊന്ന് ലീക്ക് അടക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങാം. ഹംസൊക്കെ ഇടുന്നോ? ബാക്കി പരിപാടി നോക്ക്. ഞാൻ ഉള്ളിൽ പോകാം. അന്നൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തന്നാൽ മതി. അപ്പോൾ ഈ കൊള്ളി വെച്ചിട്ടാണ് ടാങ്കിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു വിദ്യ ഉപയോഗിക്കുന്നത്. ഈ തുണി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കെട്ടും ചവിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഈ കൊള്ളിക്ക് ഒരു ജാതി ഇതുണ്ട്, കാലിന് നിറക്കും. അതിന് ചവിട്ടിയിൽ ചെരിച്ച് വെച്ച് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇറങ്ങല് നോക്കട്ടെ. ഇതൊക്കെ പിടി. ആദ്യം ടാങ്കിൻ്റെ മേലെ കയറി എന്നാൽ ഞാൻ എടുത്തുതരാം. അല്ല, ഇത് ഫസ്റ്റ് കെട്ടിട്ട് ചവിട്ടുന്ന സ്ഥലം ടൈറ്റായി കെട്ടിക്കോ. അതിന് ആര് പോലത്തെ സാധനം ഉണ്ടാവും. രണ്ടെണ്ണം മതിയാവൂലേ? ടാങ്കിൻ്റെ മുകളിൽ കയറിക്കോ, ഞാൻ എടുത്തരാം. ആവശ്യമുണ്ടെങ്കിൽ സാധനം തന്നാൽ മതി. കത്തി പറയില്ലേ? അതിൻ്റെ ഉള്ളിലൂടെ തരാൻ പറ്റുമല്ലോ. ആ, അങ്ങനെ റഷീദ് മേലിലേക്ക് കയറുന്നു. നോക്കിയിട്ട് കയറണം. നമ്മൾ ടാങ്ക് കാലിയാക്കി വെച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോയെന്ന്. ഓക്കെ, $25. നിങ്ങൾ മറ്റേത് പ്ലെയർ ഇട്ട് പിടിക്കേ. ഒരു പ്ലെയർ എനക്ക് വേണോ? ഒന്നക്ക് വേണോ? ആദ്യം ഒട്ടിച്ചതാ ഇത്. ആദ്യം ഒട്ടിച്ചതെല്ലാം പോയിന്. ഓ, അതെല്ലാം പറഞ്ഞു പോയിന്. അതിൻ്റെ ഇതെല്ലാം പോയിന്. ആ, ആ, ഓക്കെ ഓക്കെ. അവിടെ പിടിച്ചോ? പിടിച്ചാ? അല്ലേ പുറത്താ? ആ, നോക്കാം. നേരെ ഇടത്തെ. ആ, അപ്പോൾ നമ്മൾ പശ ഒട്ടിച്ചിട്ടുണ്ട്.
എന്താകുമെന്ന് അറിയില്ല, നിൽക്കുമെന്ന് അറിയില്ല. ഇനി പുറത്തും കൂടി ഒട്ടിക്കുന്നുണ്ട് ഹംസക്ക. വെള്ളം അത്യാവശ്യം ഫുള്ള് പറ്റീനി. തണുപ്പായോട് വലിയ ഓടിയിട്ടില്ല എൻ്റെ ഉള്ളിൽ. അടി കുറച്ച് അടിയിലോട്ടേക്ക്. കുറച്ച് നീളത്തെ തന്നെ മുറിച്ചോ. അപ്പോൾ നമ്മളിത് പശയിലിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നിൽക്കുമെന്ന് വിചാരിക്കാം, ഒരു ഉറപ്പുമില്ല. 50-50 ആണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് നോക്കാം. എന്തായാലും വെള്ളം ഓണാക്കിയിട്ട് നോക്കാം. ഞാൻ മുകളിൽ കയറി. അങ്ങനെ റഷീദ് പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്നത്. തണുപ്പായോണ്ട് ഉള്ളിൽ ഇല്ല, ചൂടാണെങ്കിലും ഇല്ല, ഉള്ളിൽ നിൽക്കാൻ കഴിയില്ല. അതെ, ഈ ഫോൺ വിളിച്ചോ, നമുക്ക് നോക്കാം സക്സസ് ആവില്ല എന്നുള്ളത് നോക്കാം. സക്സസ് ആകേണ്ട ഇടം കൊണ്ട് ആ തുണിയെല്ലാം അയച്ചോ, തുണിയെല്ലാം അയച്ചെടുത്തോ. നമ്മളത് 750 ടാങ്ക് ഞാൻ അധികം കഴുകല്. വേനൽക്കാലം ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ വേർത്ത് ഇതാവും അതിൻ്റെ ഉള്ളിൽ. മോട്ടർ ശരിക്കും കൊണ്ടിരാ. ഓണായിക്കോ, ഇത് ഓണായിക്കോ നോക്കാം. ഇവിടെ ഫുള്ള് അതെ നോക്കാം എന്താവും നോക്കാം. ആ ഒരു ഇതും കൂടി പുറത്ത് നല്ല സെറ്റ് ടൈറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. പ്ലാസ്റ്റിക് പോരാ, നല്ല ഇരുമ്പിന്. ഇനി അടുത്ത ഇതിലേക്ക് ഉണ്ടാക്കണം അതേപോലത്തെ. നോക്കാം. അപ്പോൾ ഇതെല്ലാം ടൈറ്റ് ആക്കി ഇട്ടിട്ടാ. ടാങ്കിൽ വെള്ളം തറഞ്ഞാലേ പറയാൻ പറ്റും. മോട്ടർ വയ്യ കുത്താം, കാരണം വെള്ളം നിറയട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. അങ്ങനെ ചെറിയ വർക്കുകളും കാര്യങ്ങളെല്ലാം ആയിരുന്നു. നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.